വേറെ പണികളില്ലേ എന്ന് ചോദിക്കാൻ തോന്നും. കുറെ കൂടെ സ്ട്രോങ് ആയി പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, എന്റെ നിലവാരത്തിന് ചേരാത്തോണ്ട് പറയുന്നില്ല. അതൊരു ഒരുതരം പരിഹാസത്തിന്റെ ചുവയാണ് താങ്കളുടെ ആ വാക്കുകളിൽ കാണുന്നത്, അല്ലല്ലോ ശ്രീ രാഹുൽ ഈശ്വർ? അതൊരു പരിഹാസത്തിന്റെ. ഹലോ, ബാലഭാസ്കറിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് മഹാപണ്ഡിതനും മഹാമനസ്കനും ദയാലുവും ഉന്നത കുലജാതനുമായ രാഹുൽ ഈശ്വറിന്റെ ഒരു വീഡിയോ കണ്ടു. അദ്ദേഹം ഈ മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്ന യൂട്യൂബർമാരെ തലങ്ങും വിലങ്ങും തെറി വിളിച്ചിട്ടുണ്ട്. ഈ അലവലാദികൾക്കൊന്നും വേറൊരു പണിയുമില്ലെന്നാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ പറ്റി ഒന്ന് സംസാരിക്കാനാണ് ഞാൻ വന്നത്. അതോടൊപ്പം തന്നെ ഇത്രയും ചിന്തകനും ഇത്രയും വലിയ അറിവുള്ളവനുമായ രാഹുൽ ഈശ്വറിന് ഞാൻ ഒരു നന്ദി പറയുന്നു, ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കാൻ എനിക്ക് കോണ്ടന്റ് തന്നതിന്. കാരണം താങ്കളെപ്പോലുള്ളവർ വളരെ കുറച്ചേ ഉള്ളൂ സമൂഹത്തിൽ. താങ്കൾ എന്നും പീഡിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള വ്യക്തിയാണ്. താങ്കളെപ്പോലെ നന്മ നിറഞ്ഞ വ്യക്തിത്വങ്ങൾ ഈ സമൂഹത്തിൽ ഇല്ലാതെയായാൽ ഈ സമൂഹത്തിന്റെ ഗതി എന്താകും, സ്ഥിതി എന്താകും എന്നുള്ളതാണ് ഞാൻ എന്നും ചിന്തിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ചില ഭാഗങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിനുള്ള മറുപടി മറ്റു ചില വീഡിയോകളിൽ തന്നെ ഉണ്ട്, അതും കാണാം. ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക. അതിനുശേഷം നിങ്ങളുടെ കമന്റ്സ് എന്തായാലും രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്കുള്ള തെറിവിളിയാണെങ്കിൽ പോലും രേഖപ്പെടുത്തുക, ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് പറയാനുള്ള കൃത്യമായിട്ട് തന്നെ പറയുക. ഒരു കമന്റ് പോലും ഞാൻ മോഡറേറ്റ് ചെയ്യില്ല. അതോടൊപ്പം തന്നെ എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക. അപ്പം ശ്രീമാൻ രാഹുൽ ഈശ്വറിന്റെ വാക്കുകളിലേക്ക്. പ്പെടുകയും ചെയ്ത മലയാളികളുടെ പ്രിയപ്പെട്ട, ഞങ്ങളുടെയൊക്കെ എന്റെ വ്യക്തിപരമായി സീനിയറായി പഠിച്ച കേരളത്തിന്റെ പ്രിയപ്പെട്ട വയലിനിസ്റ്റ്, സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ മരണം എങ്ങനെയാണ്? അത് കൊലപാതകമാണോ? മുൻ സീറ്റിലിരിക്കുന്ന രണ്ടുപേരും അപകടത്തിൽ മരിച്ചില്ല, പകരം പിൻ സീറ്റിലിരിക്കുന്ന ബാലഭാസ്കറാണ് മരിച്ചത്. ഇത് എന്തുകൊണ്ട് നാസ അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് യുണൈറ്റഡ് നേഷൻസ് ഇതിനു വേണ്ടി ഒരു അന്വേഷണം വെക്കുന്നില്ല? യഥാർത്ഥത്തിൽ ലക്ഷ്മിക്ക് കൊലപാതകത്തിൽ പങ്കില്ലേ? ലക്ഷ്മിക്ക് ബാക്കിയുള്ളവരുമായിട്ട് ബന്ധം അത് ഉണ്ടായിരുന്നില്ലേ? അതല്ലേ ഇതിന്റെ പിന്നിലെ കാരണം? തുടങ്ങിയ ചെറ്റ വർത്താനം പറയുന്ന, യൂട്യൂബ് വ്യൂസിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരുപാട് അലവലാദികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു അമ്മ, ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യയാണ് നിങ്ങൾ ഇങ്ങനെ വേട്ടയാടുന്നത്. അപ്പോ ഈ മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്ന ശ്രീമതി ലക്ഷ്മി ബാലഭാസ്കറിനെതിരെ അനാവശ്യമായ കഥകൾ ഉണ്ടാക്കുന്നവർക്കെതിരെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ള ചില ചാനലുകൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തനിക്ക് ബാലഭാസ്കറുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ്. അതായത് നിങ്ങളെപ്പോലൊന്നും അല്ല, എനിക്ക് കക്ഷിയായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ അറിയുന്ന പോലെ വേറെ ഒറ്റ ഒരുത്തനും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഈച്ചയും ചക്കനെയും പോലുള്ള ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പറ്റി നിങ്ങൾ അനാവശ്യ കഥകൾ ഉണ്ടാക്കുന്നതിന് ആണ് അദ്ദേഹത്തിന് വേദന ഉള്ളത്. അദ്ദേഹം വിഷമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ലക്ഷ്മിക്കെതിരെയും ചില കഥകൾ പറയുന്നു, ചില ദുരൂഹതകൾ പറയുന്നു. അതിനൊക്കെ എതിരെ അദ്ദേഹം പ്രതികരിക്കാൻ പോവുകയാണ്. ആ പ്രതികരണം ബാക്കി നമുക്കൊന്ന് കേൾക്കാം. വിഷയങ്ങൾ പറഞ്ഞ്, അനാവശ്യമായി ദുസ്സൂചനകൾ വെച്ച് പറഞ്ഞ്, ഒരു ഉളുപ്പില്ലാത്ത, എനിക്കത് കണ്ടിട്ട് ദേഷ്യം വരുന്നു. ബാലഭാസ്കറിനെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും ലക്ഷ്മിയെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും അവരുടെ പ്രണയകാലത്ത് തന്നെ പരിചയമുള്ളത് കൊണ്ടും എന്റെ സീനിയർ ആയിരുന്നതുകൊണ്ടും പല പരിപാടിക്കും ഒരുമിച്ച് പോയിരുന്നത് കൊണ്ടും ഇങ്ങനെ ഉളുപ്പില്ലാത്ത വാർത്തകൾ ചമയ്ക്കുന്ന കള്ളന്മാരെ കണ്ട്, എടാ നിനക്ക് വേറെ പണികളില്ലേ എന്ന് ചോദിക്കാൻ തോന്നും. അദ്ദേഹം കുറെ തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് തനിക്ക് അവരുമായിട്ടുള്ള ബന്ധം. കാരണം ഇവിടെ ആനയേക്കാൾ വാല്യൂ പാപ്പാനാണ്, ഇദ്ദേഹത്തിനാണ് കൂടുതൽ വാല്യൂ. കാരണം എനിക്ക് അവരെ അറിയാമായിരുന്നു, ഞാൻ അവരുമായിട്ട് അടുത്ത ബന്ധമായിരുന്നു. യഥാർത്ഥത്തിൽ ബാലഭാസ്കർ 21ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു കല്യാണം കഴിച്ച ലക്ഷ്മിയെ. അതായത് കോളേജ് കഴിഞ്ഞ ഏകദേശം ആ കാലഘട്ടത്തിൽ തന്നെ ഇവർ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എല്ലാ രീതിയിലും എനിക്കറിയാവുന്നതാണ്. ഇവരെ പറ്റി അനാവശ്യ ദുസൂചനകൾ, അനാവശ്യ സംശയങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് യൂട്യൂബേഴ്സ് എന്ന് പറയുന്നു. യൂട്യൂബേഴ്സ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എവിടെ നിന്നെങ്കിലും ഒരു തീക്കനൽ കിട്ടിയിട്ടുണ്ടാവണമല്ലോ, ചെറിയൊരു പുകയെങ്കിലും എവിടെന്നെങ്കിലും വന്നിട്ടുണ്ടാവണമല്ലോ. അങ്ങനെ പുക വരാതെ, അങ്ങനെ തീയുണ്ടാവാതെ പുക ഉണ്ടാവത്തില്ലല്ലോ. അപ്പോ ശ്രീമാൻ രാഹുൽ ഈശ്വർ മനസ്സിലാക്കാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, വെറുതെ വന്നിരുന്ന് വായിൽ തോന്നുന്നു വിളിച്ചു പറയുകയാണ്. യൂട്യൂബേഴ്സ് എല്ലാം ഊളകളാണ്, അലവലാദികളാണെന്ന് വിളിച്ചു പറയാണ്. അപ്പോൾ അങ്ങനെയുള്ള രാഹുൽ ഈശ്വർ കാണാനായിട്ട് ഒരു വീഡിയോ അമ്മയുടെ സഹോദരിയുടെ മകൾ, അതായത് ഫസ്റ്റ് കസിൻ ആയിട്ടുള്ള പ്രിയ വേണുഗോപാൽ ചെയ്ത വീഡിയോയിൽ ഒരു ചെറിയ ഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം. അതിനുശേഷം ബാക്കി സംസാരിക്കാം. നിങ്ങൾ മാറി ഒരു വിശ്വാസത്തിലേക്ക് വരുന്നു. ഇതെന്തോ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇത് ലക്ഷ്മിയോട് പറയുമ്പോൾ അർജുൻ എന്തുകൊണ്ട് മൊഴി മാറ്റി എന്നുള്ളത് അന്വേഷിക്കണം, എനിക്കും അറിയണം. പക്ഷെ സാമ്പത്തിക കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട എന്ന് ബാലഭാസ്കറിന്റെ അച്ഛനോട് പറഞ്ഞത് ലക്ഷ്മിയാണ്. ലക്ഷ്മി കൂടെ ഉണ്ടായിരുന്നവരെല്ലാം കള്ളന്മാരാണ് എന്ന് ഞാൻ ഒന്നുകൂടി പറയുമ്പോഴും ഞാൻ പറയും, ലക്ഷ്മി ഭാഗ്യവതിയാണ്. നല്ല ബന്ധവത്തിൽ ഈ പറയുന്ന ആൾക്കാരുടെ സുരക്ഷിതത്വത്തിലായിരുന്നു ലക്ഷ്മി എപ്പോഴും. അതുകൊണ്ട് ലക്ഷ്മിക്കൊന്നും പറയേണ്ടി വന്നില്ല. ഇവിടെ പ്രിയ വേണുഗോപാൽ പറയുന്നത്
ഈ ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷം ഒരാൾ വന്ന് ഇവിടെ വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നു ലക്ഷ്മിയുടെ ജീവന് ഭീഷണിയുണ്ട്, ഒന്ന് സൂക്ഷിക്കണമെന്ന്. അതുപോലെ തന്നെ ഒമാനിൽ നിന്നോ മറ്റോ കോളും വന്നിരുന്നു ബാലഭാസ്കറിന്റെ അച്ഛനായ ശ്രീമാൻ ഉണ്ണിക്ക് ലക്ഷ്മിയുടെ ജീവന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ്. പക്ഷേ പ്രകാശൻ തമ്പിയെയും വിഷ്ണുവിനെയും പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇവരുടെ ബന്ധവസിലായിരുന്നു, ഇവരുടെ സംരക്ഷണ വലയത്തിലായിരുന്നു, ഇവരുടെ സ്നേഹത്തിലായിരുന്നു ലക്ഷ്മി അന്ന് മുതൽ ഇന്ന് വരെ എന്ന് പറയുന്നത് യൂട്യൂബേഴ്സ് അല്ല, ബാലഭാസ്കറിന്റെ ഫസ്റ്റ് കസിനായ പ്രിയ വേണുഗോപാലാണ്. അതായത് അവർക്കും അത്തരം സംശയങ്ങളുണ്ട്, കുടുംബാംഗങ്ങൾക്ക് വ്യക്തമായ സംശയങ്ങൾ ഉണ്ട് ഇക്കാര്യത്തിൽ. ലക്ഷ്മി എന്തുകൊണ്ട് നിശബ്ദയായിരുന്നു, ലക്ഷ്മി എന്തുകൊണ്ട് ഈ മരണത്തെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടില്ല. കലാഭവൻ സോബി എന്നൊരു വ്യക്തി ഇതൊരു കൊലപാതകമാണ് എന്ന് വന്ന് പറഞ്ഞപ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് നിശബ്ദയായി? ഇപ്പോഴും അയാൾക്കെതിരെയാണ് ലക്ഷ്മി സംസാരിക്കുന്നത്. അതുപോലെ തന്നെ പ്രിയ വേണുഗോപാൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ വീഡിയോയിൽ. ഈ അന്വേഷണം വേണമെന്ന് അർജുൻ ആദ്യം പറഞ്ഞു താനാണ് ഡ്രൈവ് ചെയ്യുന്നത്, പിന്നീട് അത് മാറ്റി പറഞ്ഞപ്പോൾ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ബാലഭാസ്കറിന്റെ അച്ഛൻ പരാതിയായിട്ട് പോയപ്പോൾ ലക്ഷ്മിയെ കണ്ട് സംസാരിച്ചിരുന്നു. അന്ന് ലക്ഷ്മി പറഞ്ഞത് അത് അന്വേഷിക്കണം, പക്ഷേ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കരുത് എന്നാണ്. അതായത് അവിടെ ദുരൂഹത ഇല്ലേ? ആ ദുരൂഹത നമ്മൾ ഉണ്ടാക്കിയതാണോ, യൂട്യൂബേഴ്സ് ഉണ്ടാക്കിയതാണോ? അല്ല, ലക്ഷ്മിയായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ലക്ഷ്മിയുടെ വായിൽ നിന്ന് ബാലഭാസ്കറിന്റെ അച്ഛൻ കേട്ട കാര്യമാണ്. ബാലഭാസ്കറിന്റെ പെങ്ങളാണ് ഇത് പറയുന്നത്. ഈ ദുസൂചനകളും ദുരൂഹതകളും ഒക്കെ പറയുന്നത് ബാലഭാസ്കറിന്റെ കുടുംബം തന്നെയാണ്. ഈ രാഹുൽ ഈശ്വർ പറയുന്ന പോലെ യൂട്യൂബേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തല്ല, അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന മഞ്ഞ യൂട്യൂബ് ചാനലുകളും ഉണ്ടാകും. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ടല്ലോ, അവരുടെ സ്നേഹത്തിലും അവരുടെ ബന്ധവസിലുമായിരുന്നു ലക്ഷ്മി എന്ന് വരെയെന്ന്. അത് ഞങ്ങളാണോ പറഞ്ഞത്? അല്ല. രാഹുൽ ഈശ്വർ വെറുതെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയാനായിട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു, ഒന്ന് ഇത്തരം വീഡിയോസ് ഒന്ന് കാണണമായിരുന്നു, അതിനുശേഷം വന്നിരുന്ന് ഗുണവധികാരം പറയണമായിരുന്നു. ബാക്കി കാണാം. വേറെ പണികളില്ലേ എന്ന് ചോദിക്കാൻ തോന്നും. കുറെ കൂടെ സ്ട്രോങ് ആയി പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, എന്റെ നിലവാരത്തിന് ചേരാത്തോണ്ട് പറയുന്നില്ല. എന്തൊക്കെ കള്ളങ്ങളാണ് പറയുന്നത്. ബാലഭാസ്കറിന്റെ അച്ഛൻ പറയുന്നത് മനസ്സിലാക്കാം. ഉണ്ണി സാറ് പറയുന്നത് ഒരു മകൻ നഷ്ടപ്പെട്ട വേദന ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല, അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എന്നും ബാലഭാസ്കറിനെ ഓർക്കാനെന്ന രീതിയിൽ പലപ്പോഴും അങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന്റെ വേദനയാണ്, വിഷമമാണ്, അതിനെ പൂർണ്ണമായി നമ്മൾ ഉൾക്കൊള്ളുന്നു. ബാക്കിയുള്ള ഈ യൂട്യൂബ് ചാനലുകാർ ഇത്ര ഉളുപ്പും മയവും ഇല്ലാതെ കള്ളക്കഥകൾ ഉണ്ടാക്കി വിടുന്നത് എന്തെങ്കിലും ഒരു മാന്യത ഉണ്ടായിട്ടാണോ? രാഹുൽ ഈശ്വറിന്റെ നിലവാരം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളെല്ലാവരും കണ്ടതുമാണ്. മലയാളി ഹൗസ് എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്ന സൂര്യ ചാനലിൽ. അതിൽ ശ്രീമാൻ രാഹുൽ ഈശ്വറിന്റെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്നതും അദ്ദേഹം യഥാർത്ഥത്തിൽ എന്താണെന്നും സത്യം എന്താണെന്നും നമ്മൾ കണ്ടതുമാണ്. അതിനെപ്പറ്റി കൂടുതൽ പറയരുത്, കൂടുതൽ തുറപ്പിക്കരുത്. രാഹുൽ ഈശ്വർ നിങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാം അറിയാം. ഇനി അതിന്റെ മുകളിൽ വെള്ള പൂശി താങ്കൾ ഒരു മാന്യൻ സമയം ശ്രമിക്കേണ്ട, താങ്കൾ എന്താണെന്ന്, താങ്കളുടെ മുഖംമൂടി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതവിടെ ഇരിക്കട്ടെ. ഇനി ഈ കൊലപാതകം ഇതൊരു മരണമല്ല, കൊലപാതകമാണെന്ന് യൂട്യൂബ് ചാനലുകളല്ല പറഞ്ഞത്. ഇത് കംപ്ലൈന്റ് കൊടുത്തത് ബാലഭാസ്കറിന്റെ അച്ഛനാണ്. നിങ്ങൾ പറയുന്നു ബാലഭാസ്കറിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്, കൂടെ പ്രവർത്തിച്ചുകൊണ്ട് സ്നേഹമാണ്, സീനിയർ ആയിരുന്നു, മറ്റേതാണ് മറിച്ചാണ്. എന്നിട്ട് നിങ്ങൾക്ക് തോന്നിയില്ല അതൊരു പരാതി കൊടുക്കണമെന്നോ, അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കണമെന്നോ? അതായത് ഇവിടെ രാഹുൽ ഈശ്വരം വന്നിരുന്ന് പറയുന്നത് വേറെ ആർക്കോ വേണ്ടിയാണ്. അതിന് ഈ കാശ് മേടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഇവിടെ വന്നിരുന്ന് പറയുന്നത് വേറെ ഏതോ ഒരുത്തിന് വേണ്ടിയാണ് ഈ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മാത്രമല്ല പല പീഡകർക്കും വേണ്ടി രാഹുൽ ഈശ്വർ വന്നിരുന്ന് തുറക്കാറുണ്ട്. ചാനലുകളിൽ നിങ്ങൾ കണ്ടുണ്ടാവും. അതിനെപ്പറ്റി നമുക്ക് പറയാം, അതും വരുന്നുണ്ട് വീഡിയോ, ഞാൻ ഇതിന് ശേഷം സംസാരിക്കാം. എന്തായാലും ഇത് കൊലപാതകമാണ്, അപകടമല്ല, കൊലപാതകമാണെന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുകളല്ല. നിങ്ങളീ പറയുന്നുണ്ടല്ലോ ബാലഭാസ്കറിന്റെ അച്ഛൻ ഉണ്ണിസാർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം തന്നെയാണ് കംപ്ലൈന്റ് കൊടുത്തത്. അദ്ദേഹം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ആ കംപ്ലൈന്റ് എന്താണെന്ന് പ്രിയ വേണുഗോപാലിന്റെ വീഡിയോയിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ പോയിന്റും എന്താണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ അർജുൻ മൊഴിമാറ്റിയ കാര്യം, ബാലഭാസ്കറിന്റെ മൊബൈൽ പ്രകാശൻ തമ്പിയുടെ കയ്യിലായിരുന്ന കാര്യം, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ലക്ഷ്മിയുടെ നിശബ്ദതയുടെ കാര്യം, അങ്ങനെ പല 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 കാര്യങ്ങളുണ്ട് അതിനകത്ത്. അല്ലാതെ വെറുതെ യൂട്യൂബ് ചാനലുകൾ വന്നല്ല പറഞ്ഞത് ഇതൊരു അപകടമല്ല, ഇത് കൊലപാതകമാണെന്ന്. ഇദ്ദേഹം വലിയ 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 കാര്യത്തോടെ പറയുന്നുണ്ട്. അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, ഉണ്ണിസാറിനെ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തിനോട് സ്നേഹമുണ്ട്, അദ്ദേഹത്തിന്റെ മകനോടുള്ള സ്നേഹം. അതെ, ആ മകനോടുള്ള സ്നേഹം അത് തന്നെയാണ് യൂട്യൂബ് ചാനലുകളും റിഫ്ലക്ട് ചെയ്യുന്നത്. ഇത് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ വന്നിരുന്ന് പറയുന്നത് നമുക്കറിയത്തില്ല. ഇനി ആരുടെ എന്തെങ്കിലും കാശ് മേടിച്ചിട്ടുണ്ടോ ഇതിനു വേണ്ടി ഒന്നും അറിയത്തില്ല, നമുക്കറിയത്തില്ല എന്താണെന്ന്. പക്ഷേ ഇവിടെ വന്നിരുന്ന് പറയുന്നത് ചിലർക്ക് വേണ്ടി തന്നെയാണ്. ഈ അപകട മരണം അല്ലെ, ഇത് കൊലപാതകമാണ്, അപകട മരണമൊന്നും അല്ല. ഈ കൊലപാതകം അന്വേഷിക്കരുത് എന്ന് നിങ്ങൾക്കും താല്പര്യമുണ്ട്. അതല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകാർ ചില ചാനലുകൾ, 2-3 ചാനലുകൾ എന്തെങ്കിലും അനാവശ്യം പറയുന്നുണ്ടാവും. ബാക്കി എല്ലാ ചാനലുകളും റിയാക്ട് ചെയ്തത് കൃത്യമായിട്ട് പോയിന്റ് എടുത്ത് വെച്ചിട്ടാണ്. അതിൽ ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെന്റിലെ വ്യത്യാസം വരെ ഉണ്ടായിരുന്നു. ലക്ഷ്മി ഫേസ്ബുക്കിൽ 2019 എഴുതി പ്രകാശൻ തമ്പിയും വിഷ്ണുവും
വെറും മാനേജർമാരെ 2-3 പ്രോഗ്രാമുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. മറ്റൊരു ഇന്റർവ്യൂവിൽ വന്നിരുന്നു പറഞ്ഞു അവർ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്ന്. അതല്ല 2-3 പ്രോഗ്രാമിൽ മാത്രമുള്ള മാനേജർമാരായിരുന്നെങ്കിൽ പ്രകാശൻ തമ്പി മൊബൈൽ ഫോൺ ചോദിച്ചപ്പോൾ മൊബൈൽ ഫോൺ താൻ കയ്യിൽ വെച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്തിനത് അനുവദിച്ചു? അതും ആ മൊബൈൽ ഫോൺ ഒരിക്കലും പ്രകാശൻ തമ്പി തിരിച്ചു കൊടുത്തില്ല. ആ മൊബൈൽ ഫോൺ കിട്ടിയത് DRA റവന്യൂ ഇന്റലിജൻസ് അവന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണത് കിട്ടിയത്. അന്നാണ് അറിഞ്ഞത് ബാലഭാസ്കറിന്റെ മൊബൈലാണതെന്ന്. എന്തിനാണ് അവന്റെ കയ്യിൽ ആ മൊബൈൽ വെച്ചിരുന്നത്? അതായത് ഇവിടെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അത് നമ്മൾ പറഞ്ഞതല്ലാതെ യാഥാർത്ഥ്യം തുറന്ന യാഥാർത്ഥ്യമാണ്. അത് കാണാനുള്ള കണ്ണില്ലെങ്കിൽ രാഹുൽ ഈശ്വർ നിങ്ങളെ സമ്മതിച്ചു തരണം. പിന്നെ യൂട്യൂബുകാരെ ഊളകളെന്നും അലവലാദികളെന്നും ഒക്കെ പറയുന്ന ആ മഹാത്മാവ് 2 ദിവസം മുമ്പ് ഒരു ചാനലിൽ പീഡിതയെ പച്ചയ്ക്ക് പരിഹസിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറഞ്ഞിരുന്നു. അത് നമുക്കൊന്ന് കാണാം. ഇദ്ദേഹം എല്ലാ കാര്യത്തിനും UN ഓടുകയാണ്. ഇപ്പൊ പറയുന്നുണ്ടായിരുന്നു ഈ ബാലഭാസ്കറിനെ പറ്റി ഇട്ട വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഇനി UN അന്വേഷിക്കണം, IMF അന്വേഷിക്കണം, വേറെ ആരൊക്കെ അന്വേഷിക്കണോ എന്നൊക്കെ. നാഷണൽ അല്ല ഇന്റർനാഷണൽ ലെവലിലുള്ളവർ വേണം അന്വേഷിക്കാമെന്ന്. ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് അതിജീവിതയെ കളിയാക്കുന്ന സ്റ്റേറ്റ്മെന്റ് 2 ദിവസം മുമ്പ് News 18 ചാനലിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാം. ഒരു എൻഡിലേക്ക് വരികയാണ്. അതുകൊണ്ട് അവർക്ക് എന്ത് നിലപാടെടുക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ബഹുമാനിക്കാനും അതിനെ വിയോജിക്കുമ്പോഴും ബഹുമാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 2, ഇത് പറയുന്ന അതിജീവിതയോടല്ല, അതിജീവിതയുടെ കൂടെ നിൽക്കുകയും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരുടെ വേദന മുതലാക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ 2-3 പോയിന്റ്. ആദ്യം ഒന്ന് സുഖിപ്പിക്കും, ആദ്യം കുളിപ്പിച്ച് കണ്ണെഴുതി പൊട്ടൊക്കെ തൊടും, എന്നിട്ട് പറയും ഞാൻ ഇവരെ അല്ല പറയുന്നത്, അവരെ തന്നെയാണ് പറയുന്നതെന്ന് ബാക്കി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ പറയും ഞാൻ അവരെ അല്ല ഉദ്ദേശിച്ചത്, ഞാൻ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കി കേൾക്കാം. 2ാമത്തെ പോയിന്റ് ദയവായി ശ്രദ്ധിക്കുക. UNDESA@UN.org UNDESA@UN.org യുണൈറ്റഡ് നേഷൻസ് അണ്ടർ സെക്രട്ടറി ജനറലിന്റെ ഇമെയിലാണ്. അതിലും കൂടെ ഒരു പരാതി അയച്ചോളൂ, നല്ലതാണ്. ചുമ്മാ UN കൂടെ അറിഞ്ഞിരിക്കട്ടെ. അങ്ങനെ UN-ലേക്കും നമ്മുടെ വേൾഡ് കോർട്ടിലേക്കും വേൾഡ് ബാങ്കിലേക്കും IMF-ലേക്കും എല്ലാം കൂടി ഒരു പരാതി അയച്ച് അതൊരു ഒരുതരം പരിഹാസത്തിന്റെ ചുവയാണ് താങ്കളുടെ ആ വാക്കുകളിൽ കാണുന്നത്. അല്ലല്ലോ ശ്രീ രാഹുൽ ഈശ്വർ, അതൊരു പരിഹാസത്തിന്റെ രീതിയിലാണ് താങ്കൾ സംസാരിച്ചത്. അങ്ങനെയല്ല, ഇതിന് തൊട്ട് മുൻപ് അതിജീവിത രാഷ്ട്രപതിക്ക് ഒരു കത്ത് അയച്ചിരുന്നു. അതിൽ അവർ പറയുന്നത് ന്യായമായ ഒരു കാരണമല്ലേ, ഇതിലെ ഒരു പ്രധാനപ്പെട്ട തെളിവായി കണക്കാക്കുന്ന മെമ്മറി കാർഡ് അത് തുറന്നു പരിശോധിച്ചു എന്നുള്ള കാര്യം അന്വേഷണത്തിൽ, ആരുടെ അന്വേഷണത്തിൽ, ജുഡീഷ്യറിയുടെ നേരിട്ടുള്ള അന്വേഷണത്തിൽ പോലും ബോധ്യമായ കാര്യമാണ്. പക്ഷേ എന്ത് നടപടിയാണ് ഉണ്ടായത്? അതായത് കോടതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട തെളിവ് കോടതിയുടെ പ്രിമൈസിൽ തന്നെ തുറന്നു പരിശോധിച്ചു എന്ന് പോലും കണ്ടെത്തിയിരുന്നു. 2023 ഡിസംബറിലെ ഹൈക്കോടതിയുടെ വിധിയിൽ തന്നെ, അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ടുള്ള ആ വിധിയിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 1, 2, 3 3 ഇൻസിഡൻസ് കൃത്യമായി പറയുമ്പോൾ അതിൽ മൂന്നാമത് നടന്ന സംഭവം കോടതിയുടെ പരിഗണനയിലുള്ള സമയത്ത്, കോടതിയുടെ പ്രിമൈസിൽ, കോടതിയുടെ സമയത്ത്, ഉച്ച സമയത്ത് തന്നെ നടന്ന ഒരു സംഭവമാണെന്ന് പറയുന്നുണ്ട്. ബാക്കി രണ്ടും രാത്രിയിലാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ അതിനുള്ള ആശങ്ക അതിജീവിതയ്ക്ക് ഉണ്ടാകണോ വേണ്ടയോ? അതാണ് രാഷ്ട്രപതിക്ക് അയച്ചത്. അപ്പോൾ രാഹുൽ ഈശ്വർ പറയുകയാണ് UN-ലേക്ക് അയച്ചോളൂ, IMF-ലേക്ക് അയച്ചോളൂ. ആ രീതിയിലുള്ള പരിഹാസം ചൊരിയരുത്. സാധാരണക്കാർക്ക് കൂടി മനസ്സിലാവാനാണ്. ഈ ഫയൽ തുറന്നു പരിശോധിക്കാനൊന്നുമില്ല. ഈ ഡിവൈസ് ഏതെങ്കിലും കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഇട്ട് ഇത് തന്നെയാണോ ഡിവൈസ് എന്ന് നോക്കിയാൽ ആ ഡിവൈസിന്റെ ഹാഷ് വാല്യൂ മാറും. പക്ഷേ ഒരു ഫയലുകളുടെ ഞാൻ മെമ്മറി കാർഡിന്റെ ചർച്ചയിലേക്ക് സാധാരണക്കാർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. ഈ സാധാരണക്കാർ എന്നിട്ട് പറയും ഞാൻ അടങ്ങുന്ന സാധാരണക്കാരെന്ന്. ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, എനിക്കെല്ലാം അറിയാം. ഈ സാധാരണക്കാർ, ഇത് TV കാണുന്ന പൊട്ടന്മാർക്ക് ഒരു കുന്തവും അറിയത്തില്ല എന്നാണ് രാഹുൽ ഈശ്വർ ഇവിടെ സമർത്ഥിക്കുന്നത്. സാധാരണക്കാർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത്ര മന്ദബുദ്ധികളൊന്നുമല്ല ഈ TV ചാനലുകൾ കാണുന്നവർ. ഓക്കെ, നിങ്ങൾക്ക് മാത്രം എല്ലാം അറിയാമെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യം പറയുമ്പോൾ അങ്ങ് ഇന്റർനാഷണലിലേക്ക് ഓടുകയാണ്. UN-ലും IMF-ലും ഒക്കെ കംപ്ലൈന്റ് കൊടുക്കാനാണ് പറയുന്നത്. അതിജീവിതയെ പരിഹസിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് അവരെ അല്ല കളിയാക്കുന്നത്, അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നവരെയാണ് കളിയാക്കുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് ദിലീപിനെതിരെയുള്ള ആ കേസിന്റെ തൊണ്ടി മുതൽ, അതായത് ബേസിക് എവിഡൻസ് ആയിട്ടുള്ള മെമ്മറി കാർഡ് കോടതിയിൽ 3 തവണ തുറന്നു പരിശോധിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു കംപ്ലൈന്റ് അതിജീവിത രാഷ്ട്രപതിക്ക് അയച്ചിരുന്നു. അതിനെയാണ് ഇയാൾ കളിയാക്കുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രപതിക്കല്ലേ അയച്ചത്. അത് തെറ്റെന്താണ്? അതും ഇയാൾ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്, ശുദ്ധ പൊട്ടത്തരമാണ്. അതോടൊപ്പം തന്നെ ഊളയാണ്, അലവലാതിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുകളെ ഊളയെന്നോ അലവലാതി എന്നൊന്നും വിളിക്കാം. പക്ഷേ രാഹുൽ ഈശ്വർ ഊളയാണെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ കണ്ടു തന്നെ തീരുമാനിക്കുക. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ തീരുമാനം എടുക്കാം. എന്തായാലും ഇദ്ദേഹം പറയുന്നത് അതേ സംഭവം തന്നെ, ആ എവിഡൻസ്, ആ മെമ്മറി കാർഡ് അത് തന്നെയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഇട്ട് നോക്കുക എന്നാണ്. എന്തോടെ പറയുന്നത്? കോടതിയിൽ വരുന്ന ഒരു എവിഡൻസ് പ്രോപ്പർലി സീൽഡ് ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. അത് തന്നെയാണോ എന്ന് തുറന്നു നോക്കാൻ പാതിരാത്രി പോയി തുറന്നു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 തവണ രാത്രിയാണ് തുറന്നു പരിശോധിച്ചിരിക്കുന്നത്.
തുറന്നു പരിശോധിക്കണമെങ്കിൽ കോടതിയിൽ കൊണ്ടുവരും. അതിനുശേഷം കോടതിയുടെ സാക്ഷ്യത്തിൽ അവിടെ ഇട്ടാണ് പരിശോധിക്കുന്നത്. അപ്പോൾ അതല്ല എന്ന് വരികയാണെങ്കിൽ അത് സൂക്ഷിച്ചവർക്കെതിരെ കേസ് വരും. അവർ അതിനുള്ള നടപടിയും നേരിടണം. സസ്പെൻഷൻ അടക്കം കിട്ടാം, ജയിലടക്കം കിട്ടാം. അപ്പോ പാതിരാത്രി പോയി അതേ മെമ്മറി കാർഡ് തന്നെയാണോ അതെന്ന് പരിശോധിക്കേണ്ട കാര്യം എന്താണ്? അത് എവിടുത്തെ ന്യായമാണ്? അത് തുറന്ന് ഇങ്ങനെയാണ് കാണിക്കുന്നത്. അങ്ങനെയല്ല തുറന്ന് പരിശോധിക്കുന്നതെന്ന് ഏത് പൊട്ടനും അറിയാം. ഞങ്ങൾ സാധാരണക്കാർ പൊട്ടന്മാരായിരിക്കും നിങ്ങളുടെ കണ്ണിൽ, പക്ഷെ ഞങ്ങൾക്കും ഇതൊക്കെ മനസ്സിലാകും. അത് തന്നെയാണോ എന്ന് പരിശോധിക്കാൻ പാതിരാത്രി പോയി ഒരു കമ്പ്യൂട്ടറിൽ വിട്ടുപോകേണ്ട കാര്യമില്ല. സീൽഡ് ആയിട്ടുള്ള എൻവലപ്പിൽ സൂക്ഷിക്കുന്ന കാര്യമാണ്. തൊണ്ടു മുതലാണ് അത് കൃത്യമായിട്ട് സൂക്ഷിക്കാറിയാം. അതിനെതിരെയാണ് അതിജീവിത പരാതി കൊടുത്തത് രാഷ്ട്രപതിക്ക്. അതിനെതിരെ കോടതി തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. അന്വേഷണത്തിൽ തന്നെ തെളിഞ്ഞിരുന്നു 3 തവണ പരിശോധിച്ചിട്ടുണ്ടെന്ന്. അതിനെയാണ് ഇയാൾ ന്യായീകരിക്കുന്നത്. ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു മെഴുകിയത്. നമ്മുടെ ഹഷ്മിയുടെ പ്രോഗ്രാമിൽ 24 ന്യൂസിൽ വന്നിരുന്നു. എന്തൊക്കെയോ കള്ളങ്ങൾ ഇയാൾ പറഞ്ഞു. കൃത്യമായിട്ടുള്ള കള്ളങ്ങൾ ആർക്കും മനസ്സിലാവും. ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയാവുന്ന, ഇംഗ്ലീഷ് വായിച്ചാൽ കേട്ടാൽ മനസ്സിലാവുന്ന, ആർക്കും മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെ ഇയാൾ വളച്ചൊടിച്ച് പറഞ്ഞിരുന്നു. അതായത് രാഹുൽ ഈശ്വർ എല്ലായിടത്തും കള്ളക്കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കേസിലും ബാലഭാസ്കറിന്റെ കേസിലും യഥാർത്ഥത്തിൽ ദുരൂഹതയുണ്ടെന്ന് അഭിപ്രായപ്പെട്ടത് അയാളുടെ കുടുംബം തന്നെയാണ്. അന്വേഷണം വേണമെന്ന് പറഞ്ഞത് അച്ഛനും പെങ്ങളും അടങ്ങുന്ന കുടുംബാംഗങ്ങൾ തന്നെയാണ്. അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാത്രമാണ് യൂട്യൂബ് ചാനലുകൾ ചെയ്തത്. അതിൽ ഇയാൾക്ക് പ്രശ്നമുണ്ട്. അതിനർത്ഥം രാഹുൽ ഈശ്വറിന് എന്തൊക്കെയോ ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നല്ലേ യഥാർത്ഥത്തിൽ? അതോ നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കാശെങ്ങാനും മേടിച്ചിട്ടാണോ, അവർക്ക് വേണ്ടി പറയാൻ വേണ്ടിയാണോ ഈ ചാനൽ വന്നിരിക്കുന്നത്? എന്താണ്, പറയൂ. നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. താങ്ക് യു.